50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് കണ്ണൂരിൽ. ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഞാൻ 50 വർഷമായി കണ്ണൂർ രാഷ്ട്രീയ രംഗത്ത്. ചാരിറ്റി അതിൻ്റെ ഭാഗം മാത്രം. കണ്ണൂരിൽ പുതിയ രാഷ്ട്രീയ തീരുമാനമെടുത്തതിന് ശേഷം ജനങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് എൻ്റെ ആ ചുവടുമാറ്റം സ്വീകരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്കിതുവരെ ഇല്ലാത്ത ജനപിന്തുണയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം. 50 വർഷം പറയുമ്പോൾ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് സമീപകാലത്ത് BJPയിൽ എത്തിച്ചേർന്ന ഒരാളാണ്. ഞാൻ രാഷ്ട്രീയം എൻ്റെ ഒരു ഉപജീവനമാക്കി മാറ്റാത്ത ഒരാളാണ്. സ്വന്തമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് വളരെ ചെറുപ്പത്തിലെ തീരുമാനമെടുത്താണ്. നമുക്കറിയാം, രാഷ്ട്രീയ രംഗത്ത് തൊഴിലില്ലാത്ത ആളുകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മൂല്യച്യുതികൾ രാഷ്ട്രീയ രംഗത്തുണ്ട്. അതിനെതിരെ എന്നും പ്രതികരിക്കുന്ന ഒരാളാണ്. തൊഴിൽ ചെയ്തുകൊണ്ട് രാഷ്ട്രീയം നടത്തണം എന്ന് ആഗ്രഹിച്ച ഒരാളെന്ന നിലയിലാണ് ഞാൻ എൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ സജീവമായി. 50 വർഷത്തെ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഞാൻ ആരംഭിക്കുന്നത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വെച്ച്. എല്ലാവരും കേട്ട, പലപ്പോഴും വിവാദമാകുന്ന അല്ലെങ്കിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ബ്രണ്ണൻ കോളേജ്. ഞാൻ 74 ബ്രണ്ണൻ കോളേജ് ചേർന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് K. സുധാകരനും AK ബാലനും ഒക്കെ തന്നെ അവിടെ പഠിക്കുന്നത്. ഞാൻ 76 ആകുമ്പോഴത്തേക്ക് ബ്രണ്ണൻ കോളേജ് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ് ആവുകയും 77-78 ആകുമ്പോഴത്തേക്ക് കണ്ണൂർ ജില്ലാ KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആവുകയും 78-79 ബ്രണ്ണൻ കോളേജിൻ്റെ ചെയർമാനായി എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുക. 78-79 ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലെ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആകുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി പിറ്റാണ് ഞാൻ മത്സരിക്കുന്നത്. സെനറ്റ് മെമ്പറാകുന്നു. 79-81 കാലഘട്ടത്തിൽ ഞാൻ കണ്ണൂർ SN കോളേജിലും വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചു കാലം പ്രവാസിയായിരുന്നു. ഞാൻ 83 തൊട്ട് 89 വരെ പ്രവാസിയായിരുന്നു. പക്ഷെ അന്നും സജീവ കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനുണ്ടായത്. 89 തിരിച്ചു വന്നതിന് ശേഷം അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വമായി ഇടപെട്ട് ചില ഭാരവാഹിത്വം അന്ന് വഹിക്കുകയുണ്ടായി. ഞാൻ 91 കോൺഗ്രസിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സജീവമായി പ്രവർത്തിച്ചു. 91 ഞാൻ എടക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് KPCC മെമ്പറായിരുന്നു. ഞാനും K. സുധാകരനും അന്ന് ഒരേ സമയത്ത് KPCC മെമ്പർമാരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ നിയോജകമണ്ഡലം, പഴയ എടക്കാട് നിയോജകമണ്ഡലം ഇന്നത്തെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് നമുക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാർലമെൻ്ററി രംഗത്ത് ഞാൻ കടന്നു വന്നത്, അതിനിടയിൽ ഒരിക്കൽ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. ഞാൻ 2021 തെരഞ്ഞെടുപ്പിലാണ് പാർലമെൻ്ററി രംഗത്ത് ഞാൻ ആദ്യമായി കടന്നു വന്നത്. അതിനു മുന്നേയുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയേക്കായി പിണറായി വിജയനെതിരെ മമ്പറം ദിവാരം മത്സരിച്ചപ്പോഴും കണ്ണൂരിൽ K. സുധാകരൻ ജയിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ ഉത്തരവാദിത്തം UDFൻ്റെ ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതല എനിക്ക് നൽകിയത്. കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അന്ന് പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിൽ നിന്ന് നമുക്ക് ശക്തമായി തിരിച്ചു പിടിക്കണം. ആ ഉത്തരവാദിത്തം നിറവേറ്റുക മാത്രമല്ല, ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി കണ്ണൂർ കോർപ്പറേഷൻ UDFന് നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചത്. അതിനുശേഷമാണ് രാഷ്ട്രീയ രംഗത്തെ ചില അടിയൊഴുക്കുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഞാൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോകും. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പിന്നെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അംഗമാക്കി തീർത്തു. ഇപ്പോഴവസാനം ആദ്യത്തെ 12 ലിസ്റ്റിൽ എന്നെ പെടുത്തി BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ നിയമിച്ചതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം.